ഇരുളിൽ നിന്ന് ഉദിച്ചുയർന്ന സൂര്യനെ പോലെ കണ്ണൂരിലെ ഉളിക്കൽ ഗ്രാമത്തിൽ നിന്നും വിധിയെ തോൽപ്പിച്ച് ഉദിച്ചുയർന്ന ഷാജിയുടെ കൃഷിഭൂമിയിലെ വിസ്മയ കാഴ്ചകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. ആ തുടർ കാഴ്ചകൾ ഈ എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇപ്പോൾ ഈ പരമ്പരാഗത കൃഷിയിൽ നിന്ന് വളരെ അടുത്ത കാലത്തായിട്ട് ഹൈടെക് കൃഷിയിലേക്ക് ഉദാഹരണം പോളി ഹൗസിലേക്ക് ഒരു മാറ്റം. അതെ, എന്താണ് അങ്ങനെ ചിന്തിക്കാറുള്ളത്? അങ്ങനെ ഇന്ന് നാട് ഓടുമ്പോൾ നടുവേ ഓടണം. പണ്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നവർ ഇന്ന് നമുക്ക് വിജയിക്കാൻ കഴിയില്ല. എല്ലാ രംഗത്തും നമ്മൾ വളരെയധികം ആക്റ്റീവായിട്ട് എത്തണം. എങ്കിലും മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. പണ്ട് നമ്മൾ ഒരു കൃഷി ചെയ്യുന്ന വെച്ചാൽ പണ്ട് മനുഷ്യനെ കൊണ്ടാണ് തൂമ്പ കൊണ്ടാണ് കളിച്ചെല്ലാം സ്ഥലങ്ങൾ ശരിയാക്കുന്നത്. ഇന്ന് നമ്മൾ JCB അങ്ങനെ അത്യാധുനിക മെഷീൻ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു. ഇപ്പോൾ പണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു, ഇന്ന് വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. ലേബർ ചാർജ് ഒരുപാട് വർദ്ധിക്കുന്നു, രോഗകീടങ്ങൾ ഒരുപാട് വരുന്നു. ഇതിൽ നിന്നെല്ലാം അതിജീവിച്ചുകൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്യാത്തവരാണ് എനിക്ക് കൃഷി നഷ്ടമാണ്, കൃഷി ചെയ്താൽ പറ്റില്ല, മറ്റു ജോലിക്ക് പോകണമെന്നും അതിന് നമ്മൾ അലിഞ്ഞു തിരിഞ്ഞ് അവശരായി നടക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ഈ പോളി ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് അത് പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറയാൻ കഴിയും. ഇല്ല, പരീക്ഷിച്ച് ആരും ധൈര്യമുള്ളവരൊക്കെ കുറേ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് വിജയിച്ചിക്കണേ 4-5 കൊല്ലം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അല്ല ചെയ്താലേ വിജയിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എത്ര ചതുരശ്ര അടിയുണ്ട്? ഞാനിപ്പോൾ വളരെ ചെറുതാണ് തുടങ്ങിയിരിക്കുന്നത്. 400 സ്ക്വയർ മീറ്ററിൻ്റെയാണ് ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. 400 സ്ക്വയർ മീറ്റർ. അതിന് ഏകദേശം എത്ര രൂപ ചിലവ്? അതിനെ എനിക്ക് ആക്കിയപ്പോൾ 7 ലക്ഷം രൂപ ചിലവ് വന്നു. 7 ലക്ഷം രൂപ എന്ത് ധൈര്യത്തിലെടുത്തിരുന്നു? 7 ലക്ഷം രൂപ എടുത്തെന്ന് വെച്ചാൽ നമുക്ക് കൃഷി എന്താ ചതിക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ജയിക്കാം. ഒരു കാലഘട്ടത്തിൽ നമുക്ക് വില കുറഞ്ഞു, കഷ്ടപ്പെടുക വെച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ സർക്കാർ നല്ല ആദ്യത്തെ വിളവെടുപ്പ്, രണ്ടാമത്തെ വിളവെടുപ്പ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വിത്തിട്ടു. ഇപ്പം ആദായം കുഴപ്പമില്ല. ഏകദേശം ഇപ്രാവശ്യം നല്ല ഒരുപാട് മഴക്കെടുതി കാരണം ഓപ്പൺ കൃഷിയിൽ ഒരുപാട് കുറവ് വന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഹൈടെക് ഫാമിൽ കൃഷിക്ക് സാമാന്യം നല്ല വില കിട്ടി. അത് ചിലപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും കൃഷി ഇറക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കും നല്ലത് കിട്ടണം, നല്ല ആഗ്രഹിച്ച് ചെയ്യും. വില കൃഷിയിൽ കുറഞ്ഞ് കണക്കാക്കി നമ്മൾ നിരാശനാകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോകും. എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുവാണെങ്കിലും അത് ആത്മാർത്ഥമായി കൃത്യനിഷ്ഠത്തോട് ചെയ്യുവാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. യാതൊരു സംശയവും വേണ്ട. നമുക്ക് കൃഷിയിലല്ല ഏത് തൊഴിൽ നമ്മൾ ചെയ്താലും അതിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്കതിൽ പരിപൂർണമായ ശ്രദ്ധയും നോട്ടവും സൂക്ഷ്മവും എല്ലാം വേണം. അല്ലാതെ വെറുതെ ഞാനും ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഒരു കൃഷി തന്നെ അതിൽ തന്നെ മെനക്കെട്ടിരിക്കാൻ പാടില്ല. ബാക്കിയുള്ള സമയങ്ങൾ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസം കിട്ടുന്ന 12 മണിക്കൂർ വിലയേറിയ നിമിഷങ്ങളാണ് കണക്കാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറണം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കർഷകർ ചതിക്കപ്പെട്ടു പോയത് വിപണിയിൽ ഇടപെടൽ. അവിടെ എന്തെങ്കിലും ഇടപെടൽ നിങ്ങളുടെ? വിപണനയിൽ ഇടപെടുന്ന കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നത്തെ കർഷകർ എന്നുള്ള രീതിയിൽ പൊതുവായിട്ട് പറയാനുള്ളത്, കർഷകരിന്നൊന്നും ശരിക്കും ഒറ്റക്കെട്ടായിട്ട് കൂട്ടായ ഒരു പ്രവർത്തനം അവർക്ക് ഒന്നാമതില്ല. അത് വലിയൊരു ആവശ്യമായ സംഗതിയാണ്. ഇന്നത്തെ മാർക്കറ്റ് നിശ്ചയിക്കുന്ന കച്ചവടക്കാരാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും, ഞാൻ വിചാരിക്കും എനിക്ക് മതി, പക്ഷേ മറ്റേ അത് മതി. അതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം ഞങ്ങൾ ഹൈടെക് ഫാമിലെ കൃഷിക്കാരായി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മൾ 50 രൂപയിൽ 45 കൊടുക്കത്തില്ല, കളഞ്ഞാലും കൊടുക്കത്തില്ല. എന്താ കാര്യം ഞങ്ങൾ മനഃപൂർവ്വം വാശിയോ വൈരാഗ്യമായിട്ടല്ല, ഞങ്ങളുടെ ചിലവ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും ഒന്നും കിട്ടാനില്ല, പിന്നെ സുഖം പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രൂപ്പായി പിടിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആ മാർക്കറ്റ് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് പിടിച്ചെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ മറ്റ് അന്യസംസ്ഥാന കച്ചവടക്കാരുടെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു വന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഇപ്പം നല്ല സാധനത്തിന് നല്ല വില കൊടുക്കണം. ഇപ്പം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ഓരോ ആപ്പിളിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വരുമ്പോൾ അതിന് നമ്മൾ ആ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നില്ലേ? അതിന് ലേബലിട്ട് വരുമ്പോഴെല്ലാം നമ്മൾ അത് കണ്ടില്ല നമ്മൾ വായിക്കും. അതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ വായിക്കുന്നത്. അതിനൊക്കെ ഷാജി ഉൾപ്പെടെയുള്ള കൂട്ടുകാർ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല ഉൽപ്പന്നമാണെന്ന് എന്താ തെളിവ്? ഞങ്ങൾ ഞങ്ങൾ ഷെഡ്യൂകൾ നമ്മൾ ഇന്ത്യയിലുള്ള കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഓൾറെഡി പരിശോധിക്കുന്നു. അവർ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളായിട്ട് ചെയ്യുന്നതല്ല, അവർ പറഞ്ഞ രീതി മാത്രമേ ചെയ്യുന്നത്. അവർ അതിൻ്റെ പോളി ഹൗസിന് ഉള്ളിൽ പോലും ആരും കയറ്റത്തില്ല. അത്രമാത്രം കൃത്യനിഷ്ഠയോടെയാണ് ഈ സംഭവം ഞങ്ങൾ ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് സർക്കാർ നമുക്കൊരു പ്രോത്സാഹനം തരുന്നതാണ്. നമ്മൾ കൈ പിടിക്കുക, പിന്നെ കയറുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. കൈ പിടിക്കുന്നുണ്ട് ഉറപ്പായിട്ടും പിടിക്കുന്നുണ്ട്.
എന്തൊക്കെ പുരസ്കാരങ്ങളാണ്? എനിക്ക് 1996 തുടങ്ങി 2010 വരെ ഒരുപാട് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ, ജില്ലാ തലത്തിൽ. അതുപോലെ തന്നെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കർഷകോത്തമ അവാർഡ് 96-97. പിന്നെ കാർഷിക വികസന ബാങ്കിൻ്റെ അവാർഡ്. ഇതിൽ നിന്ന് കിട്ടിയ പൈസ ഇതിന് പൈസ എല്ലാം ചേർത്ത് ഒന്ന് പൈസ എന്ന് പറയാൻ എന്താ എല്ലാം പുരസ്കാരങ്ങൾ മാത്രം ബാക്കിയുണ്ട്. കർഷകോത്തമ അവാർഡ് മാത്രം 1 ലക്ഷം രൂപ കിട്ടി. അത് 1 ലക്ഷം രൂപ സ്വർണ്ണ മെഡൽ. ബാക്കിയെല്ലാം 30,000 രൂപ, 10,000 രൂപ. സാമൂഹ്യ വകുപ്പിന് വീരാങ്കടന്ന നഴ്സറിക്കുള്ള അവാർഡ് കിട്ടി. വർദ്ധിപ്പിക്കണമെന്ന് അല്ല, അവാർഡ് തുകയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവാർഡ് നമുക്ക് കേരളത്തിൽ കർഷകർക്ക് ഒരു പ്രചോദനമാണ്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്കൊരു സമൂഹത്തിലൊരു ഇത് കിട്ടി. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൈസ കൊണ്ട് മാത്രമല്ല, പൈസ കൂടുതലൊരു ചെറിയൊരു സഹായം. ആ പൈസയ്ക്ക് എന്ത് ചെയ്തു? ആ പൈസയ്ക്ക് കൃഷിയിലിറക്കിയാലും ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത്. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം വളരെയധികം അന്നന്ന് കഷ്ടപ്പെട്ട് പോകാൻ അത്രേ ആവുള്ളൂ. അതിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഈ അവസ്ഥയിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അല്ല, മറ്റുള്ള ബിസിനസ്സാണെങ്കിൽ ഒരുപാട് രക്ഷപ്പെടാൻ വഴികളൊക്കെ നമുക്കറിയാം. പക്ഷേ അതില്ല, നമുക്ക് സമാധാനത്തിൽ മെല്ലെ ജീവിക്കാം സന്തോഷമായിട്ട്. കേരളത്തിൽ മാത്രമേ ഷാജി? അല്ലല്ല, എനിക്ക് 2010 കർഷകദിന അവാർഡ് എന്നുള്ള അവാർഡ് കിട്ടിയിരുന്നു. വിജയ് സാറിൻ്റെ തൊടുപുഴ വെച്ചുള്ള അവാർഡ്, ഗാന്ധി സ്റ്റഡി സെൻറ്ററിന്. അപ്പോൾ ആ അവാർഡ് വെച്ചിട്ട് എനിക്ക് 1 ലക്ഷം രൂപയും 15 ദിവസം ന്യൂസിലൻഡ് പര്യടനം കിട്ടി. അവരെ ഇതിലാണ് 1 ലക്ഷം രൂപ. ന്യൂസിലൻഡ് നല്ല ഇതായിരുന്നു. കൃഷിയെപ്പറ്റി എനിക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കൃഷി പോലെ രീതിയുള്ളത് ഒന്നും സ്ഥലങ്ങളിങ്ങനെയല്ല. പിന്നെ അവരെല്ലാം സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു മനസ്സുള്ളവരാണ്. പിന്നെ എല്ലാ ഹൈടെക് മെഷീനുകൾ, ലെവലായ സ്ഥലങ്ങൾ. ഞാൻ വളരെ ചെയ്യുന്നു. 100-200 പശുക്കളെല്ലാം വളർത്താൻ വേണ്ടി 2-3 ആൾക്കാരേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഇവിടുന്ന് 4 പശുവിനെ വളർത്താൻ എനിക്കുണ്ട് 2 മണിക്കാർ. അതാണ് ആ സിസ്റ്റമാറ്റിക്കിലാണ് അവിടെ ഇരുന്നത്. വെള്ളം കൊടുക്കുന്നതല്ല ഓട്ടോമാറ്റിക്. പിന്നെ പശുവിനെ വളരെ ദൂരം നിന്നെല്ലാം മേയിച്ചുകൊണ്ടിരുന്ന പട്ടിയാണ്. മേയിച്ചിങ്ങനെ കൊണ്ടിരുന്ന പട്ടികൾ ഭയങ്കര രസം. അതിൻ്റെ കറക്റ്റ് ടൈമിന് ഒരു മിഷൻ വെച്ച് കടന്ന് കയറിപ്പോകും. അങ്ങനെയാണ് ഏത് ഇവിടെ നമ്മുടെ ലാൻഡ് അങ്ങനത്തെ അല്ല. ഇപ്പം ഞാൻ തന്നെ ചെറിയ കാര്യം വെച്ചാൽ പോളിഹൗസ് 1000 സ്ക്വയർ മീറ്റർ 5000 സ്ക്വയർ മീറ്ററിനൊക്കെ പോളിഹൗസാണ് അടുത്തടുത്തുള്ളത്. നമ്മളിവിടെ 400 മീറ്ററിന് ഒരു പോളിഹൗസ് ഉണ്ടാക്കണമെങ്കിൽ കുന്നത്രമാത്രം ഇടിച്ച് നടത്തി കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഭൂമിയുടെ കിടപ്പ് അങ്ങനെയല്ല. അതുകൊണ്ട് അതെല്ലാം ഒരുപാട് പ്രശ്നങ്ങളാണ്. അത് തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഇതുമായിട്ട്. അന്ന് ഷാജി എന്ന് പറഞ്ഞവർക്ക് ഒരു പനി വന്ന് പോളിയോ വന്നു പോയി. അന്ന് പോളിയോയുടെ ചികിത്സയൊന്നും ഇല്ലായിരുന്നു. അതിനറിയാൻ മേലാഞ്ഞു. അത് പോളിയോ വന്നിട്ട് പനിയായിരുന്നു. പനി കഴിഞ്ഞപ്പോൾ പോളിയോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉളിക്കല്ലി ആയിരുന്നു ആദ്യം ഡോക്ടറെ കാണിച്ചു. അന്നേരം പറഞ്ഞു പോളിയോ. കണ്ണൂർ പോകാൻ പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞപ്പോൾ രക്ഷയില്ലാന്ന് പറഞ്ഞു. ഉടനെ കോരഞ്ചേരി കൊണ്ടുപോകാൻ പറഞ്ഞു. കോരഞ്ചേരി പോയി. അവിടെ ഒരു 5-6 മാസം കിടന്ന് അത് കഴിഞ്ഞ് കുറേ ചികിത്സകളെല്ലാം ചെയ്ത് അതിനിടയ്ക്ക് ഞാനിവിടെ ഒന്ന് ഈ കൃഷി കാര്യങ്ങളും കൂടി ചെയ്യണമല്ലോ. ഞാനെല്ലാം ഇവിടെ അറിയില്ലല്ലോ. ഏറ്റവും എൻ്റെ മൂത്തവൻ അവർ പിള്ളേർ 2 പേരും പഠിക്കുമായിരുന്നു. അവർക്ക് ചെറിയ വിവരമില്ല. 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ഇവർക്ക് വലിയ വിവരമുള്ളൂ. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇവിടെ വരെ ഞങ്ങളെ എത്തിച്ചേർന്നു. പലവ്യഞ്ജനങ്ങൾ നിങ്ങൾ ഉളിക്കലിൽ ആഴ്ചയിൽ പണിക്കാരുമായിട്ട് പോയിട്ട് ആഴ്ചയിൽ ഒരാഴ്ചത്തേക്കുള്ള സാധനം കൊണ്ടുവരുവാണ്. ഒരാഴ്ചത്തേക്കുള്ള സാധനം മേടിച്ചിട്ട് വരും. പല സാധനങ്ങളൊക്കെ. അന്ന് ഇവിടെ 5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോഴും ഉണ്ട് 5 കിലോമീറ്റർ ഉണ്ട്. അന്ന് പിന്നെ നടക്കാതെ യാതൊരു വാഹന സൗകര്യങ്ങളില്ലല്ലോ. ഞങ്ങളാണ് ഇവിടെ വന്ന പിന്നെ വാഹനം വരാൻ പാകത്തിന് റോഡ്, ഒരു ജീപ്പ് വരാൻ പാകത്തിന് റോഡ് വെട്ടിയത് ഞങ്ങൾ തന്നെയാണ്. ഇവിടെ യാതൊരു സമ്പർക്കമില്ലായിരുന്നു മനുഷ്യന്. അന്നത്തെ ചോറ് എന്ന് പറയുമ്പോൾ അത് നല്ല യാതൊരു കുഴപ്പമില്ലാത്ത വിഷമില്ലാത്ത നല്ല സാധനമായിരുന്നു. അതിൻ്റെ ആരോഗ്യമാണ് എനിക്ക് പിന്നെ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇപ്പോൾ 88 വയസ്സാകുമ്പോൾ 87 വയസ്സ് കഴിഞ്ഞ് 88ലേക്ക് കിടക്കുന്നു.
അന്ന് ഞാൻ മേടിക്കുമ്പോൾ ഒന്നുമില്ല, ഇനി വെറും കാടായിരുന്നു, വെട്ടിത്തെളിച്ചുമല്ലേ, വെറും ഒരു സാധനമില്ല, ഇനി വെറും കെട്ടിത്തെളിച്ച് തീ ഇട്ടിട്ട് പ്ലാന്റ് ചെയ്ത് ഞങ്ങൾ അന്ന് ചെയ്താന്ന് ഞാൻ പറഞ്ഞില്ലേ, തെങ്ങ്, കമുക്, ജാതി, എല്ലാവിധ ഫലവൃക്ഷങ്ങളും, മാവ് എല്ലാം. മാവ് ഞാൻ അന്ന് ഇവിടുന്ന് കരിമ്പത്ത് പോയി ആണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അന്ന് മാവിൻ തൈ വയ്ക്കാൻ വേണ്ടിയിട്ട് കരിമ്പത്ത് പോയിട്ട് ഇന്ന് മാവിന് 2000 രൂപയേ ഉള്ളൂ. അത് ശേഖരിക്കാത്ത പോയി ഞാൻ തരുന്നത്. അത് ഇവിടുന്ന് ഒരു ദിവസം മെനക്കെട്ടാണ് പോയി മേടിച്ചിട്ട് മേടിക്കും. അതുപോലെ ഒരു പന്നിയൂർ കുരുവൺ, ഞാനിപ്പോൾ ഈ പേപ്പറൊക്കെ വായിക്കുകയും റേഡിയോയിലൊക്കെ കേൾക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ സാധനവും ഞാൻ കളക്ട് ചെയ്യും. ഈ പന്നിയൂർ വേണ്ടി ഞാൻ തലേദിവസം പോയി തളിപ്പറമ്പ് പോയി കിടന്നിട്ടാണ് പന്നിയൂർ വന്ന് ഒരു തല മേടിച്ചിട്ടുള്ളത്. സത്യസന്ധമായിട്ട് ചെയ്യണം. നമ്മൾ കൃഷിക്കാരനാണ്, അതുപോലെ നമ്മൾ കൊടുക്കുന്നത് സത്യസന്ധയോടുകൂടി ചെയ്യാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കാരണം എല്ലാ സാധനങ്ങളും സത്യസന്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കുക, അത് കൊടുക്കുക. നമ്മളെപ്പോലെ അധ്വാനിക്കുന്നവരല്ലേ ഇവിടെ തട്ടിപ്പ് പറ്റരുത്. അതുകൊണ്ട് ആ വിഷയം കൃഷി ഗവൺമെൻറ്റിന് നോക്കാൻ അംഗീകാരം കിട്ടി. പിന്നെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും അത് വേണ്ട രീതിയിൽ ഞാൻ പറ്റുന്നവർക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അധ്വാനിക്കാൻ തയ്യാറായാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. ആരും അധ്വാനിക്കാൻ തയ്യാറല്ലോ. എല്ലാവരും ഓരോ മനുഷ്യനും ആരും തന്നെത്താൻ നമ്മളെ തന്നെ വഞ്ചിക്കുക കാര്യങ്ങൾ കാണുമെന്നുള്ളതെ നല്ല നിലയിൽ ജീവിക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കുകയും ആത്മാർത്ഥമായി കഷ്ടപ്പെടുകയും ചെയ്താൽ അവന് ഒരിക്കലും പരാജയം ഉണ്ടാകില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. എൻ്റെ അനുഭവം അത് തന്നെയാണ്. അല്ല, പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇട്ടി ഞങ്ങൾ നടന്നു പോന്നു. പിന്നെ ഉളുക്കിൽ വരെ ഒരു 10-20-25 പേരെങ്കിലും ഒരു ജീപ്പെ കാണും. മോണറ്റയിലും പുറകിലും ഒക്കെ ഒരു ട്രിപ്പ് ഉളുക്കിൽ വരെയും വണ്ടിയുണ്ട്, ജീപ്പുണ്ട്. അങ്ങനെ ഇട്ടി വരെയും ബസ്സുള്ളൂ. അത് ഞാൻ പിന്നെ ജീപ്പിന് ഉളുക്കിൽ പിന്നെ ഇങ്ങോട്ട് നടക്കും. പിന്നെ ഇവിടെ ഞങ്ങൾ ഇത്ര മണിക്കാരിലപ്പം ചാച്ചനാണിക്കും ആഴ്ചയിലൊരിക്കൽ പോയി ജീപ്പ് കൂട്ടും. ഉളുക്കിൽ ജീപ്പുണ്ട്. ജീപ്പ് കൂട്ടിക്കൊണ്ട് പോയി അരിയും സാധനങ്ങളെല്ലാം ജീപ്പിന് കൊണ്ടുവരും. ഇല്ല, നാട്ടിലെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കൈ കാണിച്ചാൽ മതി ബസ്സാലിട്ട് കയറാം. അങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലത്തു നിന്നാണ് ഈ ദുനിയാവി വന്ന് പെട്ട പാട്. ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. അതേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഈ പിള്ളേരൊക്കെ ആണെങ്കിലും ഷർട്ട് ഒരു കൈ കുത്തി കയറ്റി ചവായി കാണിച്ച് വണ്ടി നിർത്തി ബസ് പോയി. മൂത്ത അവനെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ടീപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ. അവൻ 7ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. പിന്നെ ഞങ്ങൾ എന്നാലും അവനെങ്ങനെയാണ് പഠിച്ചു പോട്ടത്തിന് അവനെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അവനെ അപ്പൻ്റെ അടുത്ത് ആക്കിയിട്ട് പോന്നു. അപ്പം പറഞ്ഞ് അവൻ കേൾക്കാൻ പോകുന്നു. അവനെല്ലാവരും പറഞ്ഞു കൊടുക്കാനും എനിക്ക് പിന്നെ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനൊക്കെ പഠിപ്പിച്ചു. ആക്കലവൻ തോറ്റും പോയി വീട്ടിൽ. അപ്പോൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ 10ാം ക്ലാസ് വരെയും പഠിച്ചു. 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ എഴുതിയേ ഉള്ളൂ, ഫൈനൽ എഴുതില്ല. അന്നത്തെ കാലത്ത് നീന്ന് പോകണ്ടേ, പോകുന്നില്ല. അങ്ങനെ കല്യാണം ഒന്നും പറയാം, ഇഞ്ഞി പള്ളിക്കൂടത്ത് പോകണ്ട. എന്നാ കല്യാണം. അതിന് 10ാം ക്രിസ്മസ് പരീക്ഷയ്ക്ക് 4 വിഷയത്തിനേ പോയുള്ളൂ. 5ാമത്തെ വിഷയത്തെ ക്വസ്റ്റ്യൻ എൻ്റെ പേര് വിളിച്ചിട്ട് ഞാൻ ചെന്നില്ല. അപ്പോൾ എന്നാ കയ്യനെ കൂടി എൻ്റെ അവിടെ ഒത്തുകല്യാണമാണ്. അങ്ങനത്തെ സാഹചര്യം, അങ്ങനത്തെ കാരണന്മാർ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ക്ലാസ്സിൽ നോക്കാതെ പഠിച്ചതായിരുന്നു അത്രയും. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ബേവനെയും ഷീബനെയും ജിസിനെയൊക്കെ പഠിപ്പിക്കാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആരൊക്കെ ഷാജി കൃഷിയിൽ സഹായിക്കും? കൃഷിയിൽ സഹായിക്കുന്നത് അച്ഛൻ, അമ്മ, പിന്നെ ചേട്ടന്മാർ, ഭാര്യ, മക്കൾ, എല്ലാവരും. എത്ര മക്കൾ? എനിക്ക് 3 പേര്. മൂത്ത മോള് ബി ഫാമിന് കോയമ്പത്തൂർ പഠിക്കുന്നു. ഷൽസിയ.
രണ്ടാമത്തെ മോള് ഷിബിന +2 പഠിക്കുന്നു, മോൻ ഷെൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരെ കൃഷിക്കാരാക്കും. ഞാൻ മോനെ എന്തായാലും കൃഷിക്കാരനാക്കണം. നല്ല ഉന്നതത്തിൽ പഠിപ്പിച്ച് കൃഷിയിൽ നല്ല ഡോക്ടറേറ്റ് പഠിപ്പിച്ചിട്ട് ചെയ്യണം. ചെയ്ത കൃഷി അതാ വെച്ചാൽ ഈ നമ്മൾ ഈ പരമ്പരയിൽ വരുന്ന കൃഷി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആൾക്കാരുടെ പുതിയ തലമുറകൾ വേണമല്ലോ. സത്യം തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനിപ്പം ശരിക്കും എല്ലാ കാര്യങ്ങളും അത് ആയിക്കോട്ടെ, എത്ര വർഷം ചെയ്യണമെന്ന് ഞാൻ പറയാം. ഞാൻ വേറെ കാര്യം മനസ്സിലാക്കണം. നമ്മൾ മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് ജോലിക്ക് വേണ്ടി അന്യസംസ്ഥാനത്ത് പറഞ്ഞു വിട്ട് അവർ വേറൊരാൾ കീഴിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ജോലി ചെയ്യാൻ വേണ്ടി അന്യസംസ്ഥാനത്ത് നമ്മൾ വേറെ ആളെ ആശ്രയിച്ച് അവരെ താങ്ങി പിടിച്ച് കൊണ്ടുനടന്നിട്ട് നമ്മുടെ ജോലി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ജോലി ഇല്ലെന്നും പറഞ്ഞ് നമ്മൾ അടുത്തടുത്തേക്ക് പോകുന്നു. എന്ത് വിവരക്കടയത്? നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്നത് കുഴപ്പം. നമ്മളെന്തിനാണ് ജോലി ചെയ്യുന്നത്? നമുക്ക് ജീവിക്കണം, പൈസ ഉണ്ടാക്കണം, സമൂഹത്തിൽ മാന്യമായി ജീവിക്കണം. അതിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്. എല്ലാവരും ഓരോ മേഖല അധ്വാനിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. അതിനുള്ള സാഹചര്യം നമുക്കുള്ളപ്പോൾ പിന്നെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നു. അത് തെറ്റുമല്ലല്ലോ. ഞാനിപ്പം എൻ്റെ മോനെ പഠിപ്പിച്ച് വേറെ ഒരാളെ പണിക്ക് വിട്ടുന്നു. എൻ്റെ പണിയെടുക്കാൻ എൻ്റെ കാര്യങ്ങൾ ഇത്രയും വസ്തുവും കാര്യം നോക്കാൻ വേറെ ആളെ ആശ്രയിച്ച് അവനെ പറയുന്ന കേട്ട് താങ്ങി പറിക്ക് നിൽക്കുന്നു. എന്താ ആവശ്യം? ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ ഒരു കാര്യം ഓർക്കുക. ചാച്ചനിപ്പം ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ 4 പേരിൽ ഇപ്പോൾ കൃഷിക്കാരനായിട്ട് ഇപ്പം ഞാൻ മാത്രമല്ല. എന്നെ എങ്ങനെ എത്തിപ്പെട്ടത്? ഞാൻ എത്തേണ്ട ആളല്ലായിരുന്നു. ഇപ്പോൾ കാലിന് സുഖം നടന്നു പോയേനെ. അതുകൊണ്ട് യാച്ചൻ ഇപ്പോൾ എത്ര സമാധാനം. യാച്ചൻ ഉണ്ടാക്കി തന്ന ഒരു സമ്പത്ത് ഇന്ന് നടത്തിക്കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ഇതെല്ലാം അന്യായപ്പെട്ടവരുടെ അടുത്ത് ഇങ്ങനെ സംഭവമായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പം എന്നെ ദൈവം ഒരു വഴിത്തിരിവാക്കിയതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഷാജിയുടെ ഒരു സ്വപ്നം, എൻ്റെ സ്വപ്നം എനിക്ക് പ്രത്യേകിച്ച് എല്ലാ മക്കളെല്ലാം നന്നായി പഠിപ്പിച്ച് വിടുക, സമാധാനത്തോടെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് എല്ലാവരുമായിട്ട് നല്ല ബന്ധവും പുലർത്തി സന്തോഷമായിട്ട് ജീവിക്കുക. അല്ല സമ്പത്ത് ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹം. ഒരുപാട് കുറച്ച് കടങ്ങളുണ്ട്, ഒരുപാട് ബാധ്യതയുണ്ട്. ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ ഫുൾ ബാങ്ക് ലോൺ എടുത്ത് എല്ലാവരും എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത് സഹായിക്കുക. എല്ലാ ബാങ്കുകളും സഹായിക്കാറുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് അടയ്ക്കുന്ന ദിവസം അടയ്ക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ ഒരു ടെൻഷൻ ആരോടും ഇല്ല, ഒരു പ്രശ്നങ്ങളുമില്ല. എന്തായാലും താങ്കളുടെ ഈ ഒരു നിശ്ചയദാർഢ്യത്തിന് ഞങ്ങൾ ഐക്യദാർഢ്യം. താങ്ക് യു. നർത്തകിയുടെ ചേല പോലെ തട്ടുതട്ടായി പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഭൂമിയിൽ താരും തളിരും ഷാജി വിന്യസിപ്പിച്ചിരിക്കുന്നു. പടക്കുതിരകളെക്കാൾ വേഗത്തിലാണ് മനസ്സ് പായുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഷാജി. ഇവിടെ വഴി മുടക്കി നിൽക്കുന്നവർക്കല്ല, വഴി മുട്ടി നിൽക്കുന്നവർക്കുമല്ല, വഴിയുണ്ടായിട്ടും അത് കാണാത്തവർക്കാണ് ഷാജിയുടെ കൃഷി പാഠമാകുന്നത്. മറ്റൊരു വിജയകഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തരിശുരഹിത പഞ്ചായത്തുകൾ പദ്ധതിയിലൂടെ തരിശുഭൂമികളിൽ കൃഷി. തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് സാമ്പത്തിക സഹായം. പൗൾട്രി കോർപ്പറേഷൻ കർഷകരിൽ നിന്നും കോഴികളെ വാങ്ങും. വാർത്തകൾ വിശദമായി. തരിശായി കിടക്കുന്ന കൃഷിഭൂമി പരമാവധി കൃഷിയോഗ്യമാക്കാൻ കൃഷിവകുപ്പ് തരിശുരഹിത പഞ്ചായത്തുകൾ എന്ന പദ്ധതി ഈ സാമ്പത്തിക വർഷം നടപ്പാക്കുന്നു. മൊത്തം 8.75 കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതി അനുസരിച്ച് നെല്ല്, വാഴ, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ കൃഷി ചെയ്യാൻ സഹായം നൽകും. ഭൂരഹിതരായ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വാശ്രയ സംഘങ്ങൾ, കർഷക ക്ലബ്ബുകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. ഭൂ ഉടമകൾക്ക് ഹെക്ടർ 1-ന് 5000 രൂപ പാട്ടത്തുകയായി നൽകും. നെൽകൃഷിക്ക് ഹെക്ടറിന് പരമാവധി 25,000 രൂപയാണ് സഹായം. കൂടാതെ കഴിഞ്ഞ വർഷം നടപ്പാക്കിയ തരിശുഭൂമി നെൽകൃഷി നിലനിർത്താൻ ഹെക്ടർ 1-ന് 10,000 രൂപയും ഭൂ ഉടമയ്ക്ക് 5,000 രൂപയും സഹായം നൽകും. വാഴ കൃഷിക്ക് ഹെക്ടർ 1-ന് 35,000 രൂപയുടെ സഹായം ലഭിക്കും. പച്ചക്കറി, കിഴങ്ങുവർഗ്ഗ വിള എന്നിവ കൃഷി ചെയ്യാൻ ഹെക്ടർ 1-ന് 25,000 രൂപ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാം. കേരള കന്നുകാലി വികസന ബോർഡ് കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടെ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് ധനസഹായം നൽകുന്നു.
തീറ്റപ്പുൽ കൃഷിക്ക് ക്ഷീരകർഷകരായ കുടുംബശ്രീ അംഗങ്ങൾക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 10 സെന്റ് ഭൂമിയെങ്കിലും വേണം. 1 ഏക്കറിന് 15,000 രൂപയാണ് സഹായം. 50 സെന്റിൽ കൂടുതൽ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് 50% സബ്സിഡി നിരക്കിൽ ഷാഫ് കട്ടർ നൽകും. പരിശീലനവും ലഭ്യമാകും. ക്ഷീരസഹകരണ സംഘങ്ങളിൽ പ്രതിവർഷം കുറഞ്ഞത് 1800 ലിറ്റർ പാൽ അളക്കുന്ന ക്ഷീരകർഷകർക്ക് സൈലേജ് പിറ്റ് നിർമ്മാണത്തിന് 100% സഹായം ലഭിക്കും. 5 ക്യൂബിക് മീറ്റർ പിറ്റിന് 75,000 രൂപയാണ് സഹായം. കൂടുതൽ വിവരങ്ങൾ KLD ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ ലഭിക്കും. KLD ബോർഡ് ഹെഡ് ഓഫീസിലെ നമ്പർ 04712440 മറ്റൊരു നമ്പർ 04712449 കൃഷി വകുപ്പ് തരിശു ഭൂമിയിൽ പച്ചക്കറി വികസന പദ്ധതി നടപ്പാക്കുന്നു. തരിശ് രഹിത പഞ്ചായത്ത് പദ്ധതിക്ക് പുറമെയാണിത്. ഹെക്ടറിന് 30,000 രൂപ ധനസഹായം ലഭിക്കും. ഇതിൽ 25,000 രൂപ കർഷകർക്ക് കൃഷിക്കുള്ള സഹായവും 5,000 രൂപ ഭൂവുടമയ്ക്കുള്ള പാട്ടത്തുകയുമാണ്. മൊത്തം 1316 ഹെക്ടറിലാണ് പദ്ധതി വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. കർഷകർ, സ്വന്തമായി ഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികൾ, കർഷക സംഘങ്ങൾ, യുവജന ക്ലബ്ബുകൾ എന്നിവർക്ക് പദ്ധതിയിൽ അംഗങ്ങളാകാം. ജീവാണു കീടനാശിനികൾ, ജൈവവളങ്ങൾ, ഫിറമോൺ കെണി തുടങ്ങിയവയുടെ ഉപയോഗവും പദ്ധതിയിൽ പ്രോത്സാഹിപ്പിക്കും. തരിശുഭൂമിയിലെ പച്ചക്കറി വികസന പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടണം. കോഴിക്കോട് വയനാട് ദേശീയപാതയിലെ വെള്ളിമാട് കുന്നിൽ കാർഷിക സർവകലാശാല തയ്യാറാക്കുന്ന നടീൽ വസ്തുക്കളും കാർഷിക ഉൽപ്പന്നങ്ങളും ഉൽപാദനോപാധികളും വിൽപ്പനയ്ക്ക്. പച്ചക്കറി വിത്തുകൾ, ഒട്ടുമാവ്, ഒട്ടുപ്ലാവ്, ഗ്രാഫ്റ്റുകൾ, അലങ്കാര ചെടികൾ എന്നിവ ലഭ്യമാണ്. മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങളും ഉൽപാദനോപാധികളായ മണ്ണിര കമ്പോസ്റ്റ്, സ്യൂഡമോണാസ്, ട്രൈക്കോഡർമ എന്നിവയും ലഭിക്കും. കൂടാതെ കാർഷിക സർവകലാശാലയുടെ വിവിധ കാർഷിക പ്രസിദ്ധീകരണങ്ങളും ലഘുലേഖകളും കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04952730 വെള്ളായണി കാർഷിക കോളേജിലെ നിമറ്റോളജി വിഭാഗം വേരുകെട്ടി നിമവിരയെ നിയന്ത്രിക്കുന്ന ബാക്ടീരിയയായ ബാസിലസ് മാസറൻസിന്റെ പൊടി രൂപത്തിലുള്ള നിമവിരനാശിനി തയ്യാറാക്കിയിട്ടുണ്ട്. പച്ചക്കറി, കുരുമുളക്, വാഴ, ഔഷധച്ചെടികൾ, ഏലം, ചേന തുടങ്ങിയ വിളകൾക്ക് ഇത് ഫലപ്രദമാണ്. വിത്തു പരിചരണത്തിലൂടെയും മണ്ണിലൂടെയും ഇത് പ്രയോഗിക്കാം. നിമവിരനാശിനി വെള്ളായണി കാർഷിക കോളേജിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 04712384 കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 15,700 രൂപ. റബ്ബർ RSS 5 14,950 രൂപ. വെളിച്ചെണ്ണ 10,050 രൂപ. കൊപ്ര കിൻഡലിന് 7,100 രൂപ. കുരുമുളക് 51,300 രൂപ. ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 375 രൂപ. ജാതിക്ക തൊണ്ടില്ലാതെ 650 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 51,300 രൂപ. അൺഗാർബിൾഡ് കുരുമുളക് 49,300 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് കിൻഡലിന് 48,500 രൂപ. വയനാടൻ കുരുമുളക് 49,000 രൂപ. കൊപ്ര വിപണി കിൻഡലിന് കോഴിക്കോട് 7,350 രൂപ. തളിപ്പറമ്പ് 6,800 രൂപ. കാസർഗോഡ് 6,700 രൂപ. വെളിച്ചെണ്ണ വിപണി കിൻഡലിന് കണ്ണൂർ 10,950 രൂപ. കോട്ടയം 10,800 രൂപ. ആലപ്പുഴ 9,950 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.7 25. കൊച്ചി 28.8 23. ആലപ്പുഴ 30.4 23.8. പുനലൂർ 30.5 22. തിരുവനന്തപുരം 29 23.3 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.